ഒരു പതിറ്റാണ്ടിന്റെ പിന്നെ തേട്ടവും പ്രാർത്ഥനയൊക്കെയായി ഇന്ന് അതിന് അവസരം ലഭിച്ചു എന്ന സന്തോഷത്തിലാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് നേരത്തെ തന്നെ വോട്ടർമാർ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ 40% 50% വരെ പിന്നെ വോട്ട് വന്ന പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. വളരെ നല്ല നിലയിലാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത്. പോസ്റ്റൽ ബാലറ്റ് ഇന്നലെ പറഞ്ഞ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഈ ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് വോട്ട് ചെയ്യാൻ, സാധാരണ വോട്ട് ചെയ്യുന്ന ഇപ്രാവശ്യം അതിന്റെ രീതിയും ഘടനയും ഒക്കെ മാറി അവരേത് പിന്നെ മണ്ഡലത്തിലാണോ ഡ്യൂട്ടി അവിടെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ബാലറ്റ് പേപ്പർ അവിടെ എത്തും എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെയാണ് ലാസ്റ്റ് ഡേറ്റ്, ബാലറ്റ് പേപ്പർ എത്തിയില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ ബാലറ്റ് എവിടെ നിന്ന് മനസ്സിലാവുന്നില്ല. ഏതാണ്ട് 10, 20, 25 ഉദ്യോഗസ്ഥര് പല സ്കൂളുകളിൽ, പിന്നെ ഇപ്പൊ കണ്ണൂർ GVHS അവിടെ 27 അധ്യാപകരുണ്ട് കുറ്റ്യാടിയിൽ നിന്നുള്ള. അവർക്ക് വോട്ട് ചെയ്യാൻ അവിടെ ചെന്ന് അവിടെ എത്തുമ്പോൾ അവിടെ ബാലറ്റ് എത്തിയിട്ടില്ല. അപ്പൊ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് അങ്ങനെ 100 കണക്കിന് ആളുകളുണ്ട്. ഞങ്ങളത് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധപ്പെടുത്തുകയും ഇലക്ഷൻ കമ്മീഷൻ അത് കോടതി വഴി അതിന് പരിഹാരം ഉണ്ടാക്കും, ഇല്ല എന്നല്ല പറഞ്ഞ് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വഴിയുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഇന്നിപ്പോ ആയഞ്ചേരി പഞ്ചായത്തിലെ 47-ാം നമ്പർ ബൂത്തില് പൂമുള്ള കണ്ടി സീനത്തിന്റെ പിന്നെ അവര് വോട്ട് ചെയ്യാൻ വരുമ്പോ ഇവിടുന്ന് പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ബാലറ്റ് പോസ്റ്റൽ ബാലറ്റായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഗുരുതരമായ ഒരു വിഷയമാണ്. പോസ്റ്റൽ ബാലറ്റായി പിന്നെ ഒരു വീട്ടമ്മ, പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ രോഗിയല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉദ്യോഗസ്ഥയല്ല, വീട്ടു ജോലി മാത്രം, വീട്ടമ്മയാണ്, ഹൗസ് വൈഫാണ്, അവരാണ് പോസ്റ്റൽ ബാലറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്, ഇതിങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിലൊക്കെ വലിയ ഒരു സംശയമുണ്ട്. ഇത് ഇന്ന് കാലത്തുണ്ടായ റിപ്പോർട്ടാ. ആയഞ്ചേരി പഞ്ചായത്തിലെ 47-ാം നമ്പർ ബൂത്ത് അവിടെയാണ് അത് ഞങ്ങള് ഇവരുടെ കളക്ടറെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വിജയപ്രതീക്ഷ 100% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനം ഒറ്റക്കെട്ടായി UDF-ന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിലും ആ ഒരു അവസ്ഥ തന്നെ ആവർത്തിക്കും.